أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ലിസാനുൽ ഖുർആൻ 7-ാം പാഠത്തിൽ നമ്മൾ പഠിച്ചത് അൽ ഹിവാർ, സംഭാഷണം എന്ന അധ്യായമാണ് അല്ലെ. അതിൽ അനസും ഖാലിദും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൽ അനസ് ചോദിക്കുന്നുണ്ട്, ഇലാ ഐന തദ്ഹബു യാ ഖാലിദ്. ഇലാ ഐന തദ്ഹബു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തായിരിക്കും? ആർക്ക് പറയാം? നീ എവിടെയാണ് പോകുന്നത്? നീ എവിടെയാണ് പോയത്? ഓക്കെ, ഒരാൾ പറഞ്ഞു. ഓക്കെ ഫസീഹ്, ഒരാൾ തുടങ്ങാൻ കാത്തിരിക്കാണ്. അത് കേട്ട് കോപ്പി അടിച്ച് പറയണം. പ്ലീസ് സ്റ്റോപ്പ്. ഒരാൾ തുടങ്ങിയതിന് ശേഷം അത് കോപ്പി അടിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇല ഐന തദ്ഹബു, ഞാൻ പേരെടുത്ത് ചോദിക്കാം, അപ്പൊ അവര് പറയണം കേട്ടോ. ഇല ഐന തദ്ഹബു, നീ എവിടെ പോകുന്നു, നീ എങ്ങോട്ട് പോകുന്നു എന്നാണ് അർത്ഥം. തദ്ഹബു എന്ന് പറഞ്ഞാൽ നീ പോകുന്നു. ഇല ഐന, എങ്ങോട്ട്? അപ്പോ മറുപടി പറയുന്നു, അദ്ഹബു ഇല സൂഖ്, ഞാൻ അങ്ങാടിയിലേക്ക് പോകുന്നു. ലിശിറാഇൽ അംതിഅതി വൽ അഖ്മിശ, അങ്ങനെ പറഞ്ഞു. പിന്നെ ഫാത്തിമ പറഞ്ഞോളൂ, അയ്യൽ മലാബിസി തഷ്തരി എന്നതിന്റെ അർത്ഥം എന്താ? അയ്യൽ മലാബിസി തഷ്തരി. എന്തൊക്കെ കാണിക്കുന്നുണ്ട്, പറഞ്ഞോ. പേജൊക്കെ മറിച്ച് നോക്കുക. അറിഞ്ഞൂടാ. ഓക്കെ, ദിൽഹ. ഏത് ഡ്രസ്സാണ് നീ എടുക്കുന്നത്? ഉറക്കെ പറ, കേൾക്കില്ല. ഏത് ഡ്രസ്സാണ് നീ എടുക്കുന്നത്? എടുക്കുന്നത് അല്ലെ, നീ വാങ്ങിക്കുന്നത്. എടുക്കുക മീൻസ് വാങ്ങിക്കുന്നത് അല്ലെ. അയ്യൽ മലാബിസ്, ഏത് ഡ്രസ്സാണ്? വ്യക്തമായി പറഞ്ഞാൽ അയ്യ എന്ന് പറഞ്ഞാൽ ഏതിനെയാണ്, അൽ മലാബിസി ഡ്രസ്സുകളിൽ ഏതിനെയാണ്, തെഷ്തരി നീ വാങ്ങിക്കുന്നത്, എന്ത് ഡ്രസ്സാണ് നീ വാങ്ങിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഉരീദു അൻ അഷ്തരിയ, ഈ വാക്കുകളുടെ മാത്രം അർത്ഥം കിട്ടിയാൽ മതി. ഉരീദു അൻ അഷ്തരിയ. ഉരീദു എന്നതിന്റെ അർത്ഥം എന്താണ്? മൻഹം അറിയോ? ഉരീദു എന്നതിന്റെ അർത്ഥം എന്താ? മൈക്ക് ഓണാക്കണം. ഉദ്ദേശിക്കുന്നത് എന്നല്ല, ഞാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു എന്നത് ഫിഅലാണോ ഇസ്മാണോ? ഉരീദു മൻഹ തന്നെ പറഞ്ഞോ. ഇസ്മാണോ? ഫിഅലാണെങ്കിൽ ഏത് ഫിഅൽ? മാദിയാണോ മുളാരിയാണോ? മുളാരി. ഓക്കെ, മൻഹ പറഞ്ഞത് ശരിയാണ്. ഫിഅലാണ്, മുളാരിയാണ്. ഉരീദു, ഞാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് അർത്ഥം. ഉരീദു ഇത് മുളാരി ആണെന്ന് നമ്മെ പരിചയപ്പെടുത്തുന്ന 2 അടയാളങ്ങൾ ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ആദ്യത്തെ അക്ഷരം തന്നെ ഹംസയാണ്. മറ്റൊന്ന്
അവസാന അക്ഷരത്തിനുള്ള ഹർക്കത്ത് ലൊമ്മാണ്. ആദ്യത്തെ അക്ഷരം മുദാരിഅ ഫേലിന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ അക്ഷരം ഒന്നുകിൽ യാ ആയിരിക്കും, അല്ലെങ്കിൽ ത ആയിരിക്കും, അല്ലെങ്കിൽ ഹംസയാകും, അല്ലെങ്കിൽ നൂനാകും. ഈ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം തുടക്കത്തിൽ വരിക. അതോടൊപ്പം തന്നെ അവസാന അക്ഷരം അലിഫ് വാവ് യാ അല്ല എങ്കിൽ, അലിഫ് വാവ് യ എന്നീ മദ്ദക്ഷരങ്ങളല്ല എങ്കിൽ അവസാന അക്ഷരത്തിന് ദമ്മുണ്ടാകും. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു, അൻ അഷ്തരിയ ഞാൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു, ബൻദലൂനൻ വ ഖലൻസുവ. ഓക്കെ, ബൻദലൂൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞോളൂ. ഹാദിയ ഹലീമ പറഞ്ഞോ. ഹാദിയ, ബൻദലൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്ക് ഓണാക്കടോ. ഓ, അറിയില്ല. അരിയില്ല. അരിയില്ലെങ്കിൽ നാളെ ഞായറാഴ്ച അവധിയില്ലാത്ത കടയിൽ പോയിട്ട് അരി വാങ്ങണം കേട്ടോ. അരി റമദാന് കൂട്ടി വാങ്ങിയാൽ മതി. പിന്നെ ഫിദാൻ പറഞ്ഞേ, ബന്തലൂൻ എന്ന് പറഞ്ഞാൽ എന്താ? കുപ്പായം. വെരി ഗുഡ്. ജസക്ക് എന്തോ പറയാനുണ്ട്. ബന്തലൂൻ എന്ന് പറഞ്ഞാൽ കുപ്പായാണോ അതോ ടീഷർട്ടാണോ? കുപ്പായം. കുപ്പായം, ടീഷർട്ട് അല്ല, കുപ്പായ. ഫാത്തിമത്തുൽ സിയ, അരിയില്ല. മുളകുണ്ടോ? ദിൽഹ, വേഗം. പാന്റ്. പാൻസ്, പാൻസ് ആണ് കേട്ടോ, കുപ്പായല്ല. ബന്തലൂൻ ഞാൻ നിങ്ങളോട് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാകും, ഉസ്താദ് എന്തിനാ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത്ര കൂടുതൽ പറയുന്നത് എന്തിനാ തോന്നുന്നുണ്ടാവും. എന്തിനാ? ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ അർത്ഥം വെച്ചിങ്ങ് പോയാൽ നിങ്ങളെ മനസ്സിലൊന്നും ഉണ്ടാവില്ല, ഒന്നും നിലനിൽക്കില്ല. അങ്ങനെ വായിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഞാൻ ബന്തലൂൻ എന്ന വാക്കിനെ കുറിച്ച് തന്നെ ഒരു അരമണിക്കൂറോളം എങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പല വർക്കുകളും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബന്തലൂൻ എന്ന വാക്ക് എന്താണ്, അത് ഏത് ഭാഷയിൽ നിന്ന് വന്നതാണ്, അതിന്റെ ഒറിജിൻ എന്താണ്, ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ നമ്മൾ സാധാ സംസാരിക്കുന്ന പോലെയല്ല, അതിന് ഏതോ ഒരു അക്ഷരം ചേർക്കണം, ഒരു വിഷയം നിങ്ങൾ ടീച്ചറോട് ചോദിക്കണം, ചോദിച്ചിട്ട് എന്നോട് പറയണം എന്നൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആരും ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷിച്ചെന്നുള്ളതെന്ന് എനിക്കറിയില്ല. അന്നത്തെ സൂം ക്ലാസ്സിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദീകരണം തന്നിരുന്നു. ബന്തലൂൻ എന്ന വാക്ക് അറബിയിൽ വൽക്കരിച്ചതാ, മുഅറബായ വാക്കാണ്. പോട്ടെ, ഇംഗ്ലീഷിലേക്ക് തന്നെ വന്നത് ഇനി ആവർത്തിക്കണ്ടല്ലേ, വെറുതെ ഇങ്ങനെ പറഞ്ഞ സമയം പോകുന്നതിനാ. ബന്തലൂൻ എന്ന് പറഞ്ഞാൽ പാൻസ് ആണ്, പാൻസ് അല്ലെങ്കിൽ ഫാൻറ്. ഫാൻറ് എഴുതിയാലൊക്കെ ശരി കിട്ടുമായിരിക്കും. പാൻസ് എന്നാണ് പറയേണ്ടത് ഇംഗ്ലീഷിൽ. പിന്നെ വേറെയും പാന്റിന് പറയുന്ന ഒരു വാക്കുണ്ട് അറബിയിൽ, അറിയോ? ഇതേ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട്. അത് മറ്റൊരു തരം പാന്റ് ആണ്, പാൻസ് ആണ്. സിർവാൽ. സിർവാൽ, സിർവാൽ അല്ലേ, വെരി ഗുഡ്. പൈജാമ, പൈജാമ എന്ന് 2 രൂപത്തിൽ പറയാറുണ്ട്. രാത്രി കിടക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന പാൻസിന്, ലൂസായിട്ടുള്ള ക്ലോത്ത് പാൻസിന് പൈജാമ എന്ന് പറയും. അല്ലെങ്കിൽ കുർത്തയിലേക്ക് ധരിക്കുന്ന പാൻസ്, നീളത്തിലുള്ള നീളക്കുപ്പായം, ആണുങ്ങൾ, അതിനെ കുറിച്ച് പൈജാമ എന്ന് പറയും. സിർവാൽ. പിന്നെ ഷാൽ എന്ന് പറഞ്ഞാൽ എന്താ അറബിയില്? ഷാൽ എന്ന് പറഞ്ഞാൽ എന്താ? അതെങ്കിലും ഒന്ന് പറയാം. റജ പറഞ്ഞോ, റജ. അഷ്തരി ലഹു സിർവാലൻ വ ഷാലൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഷാൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
മൈക്കോണാക്ക്. റജ, പേര് റജ തന്നെയല്ലേ? മൈക്കോണാക്ക്. ആ, പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. രണ്ടു മൂന്ന് ആൾക്കാരെ അരി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അരി ഇല്ല എന്ന് പറയരുത്. ഫിത്ർ സക്കാത്ത് കൊടുക്കാനായിട്ടില്ല. ഒരു മാസം കഴിയും, എന്നാലേ ഫിത്ർ സക്കാത്തിന്റെ അരി വരുള്ളൂ. കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. ഷാൾ എന്ന് പറഞ്ഞ ജസക്ക് അറിയാം, ഞാൻ പറഞ്ഞോ? എന്താ ഫുള്ള് ജസനോട് ചോദിക്കുന്നെന്ന് തോന്നുന്നുണ്ട് ചില കുട്ടിക്ക്. ഞാൻ ഇവിടെ കാണുന്ന മുഷ്ഫിറ ജസ പറയണ്ട, മുഷ്ഫിറ പറഞ്ഞോ? ഷാൾ. ആ, ഷാളാണ്. ഷാൾ എന്ന് പറഞ്ഞാൽ ഷാൾ തന്നെയാണ്. നമ്മൾ ഷാൾ എന്ന് പറയൂലേ ചുരിദാറിന്റെ കൂടെ തല മറക്കാൻ ഉപയോഗിക്കുന്നില്ല ഷാൾ. ഷാളായിട്ടുള്ളതൊക്കെ ഷാളാണ്. ഷാൽ. ഷാൾ എന്ന ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് അറബിയിലേക്ക് വന്ന വാക്കാണ് ഷാൽ. ഓക്കെ. തെന്നൂറ. തെന്നൂറ. ഉത്തരം അറിയുന്ന ഒരാൾ കൈബന്ധിച്ചാൽ മതി. ആ, ഫാത്തിമക്ക് അറിയാം, ഫസീഹിന് അറിയാം, ഹാദിക്ക് അറിയാം. തെന്നൂറ. ആ, റജ പറഞ്ഞ റജ. പാവാട. പാവാട. ആ, പാവാണടാന്ന്. പാവാണെന്നല്ല, പാവാട അല്ലെ? കേട്ട്. അപ്പോ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോ തരത്തിലുള്ള ചോദ്യങ്ങളുടെ ശൈലി പഠിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ തദ്രീബാത്തിലൊക്കെ പറഞ്ഞു വന്നത്, പിന്നെ കുറച്ച് ഫേലുകൾ തന്നതിൽ നിന്ന് മാദിയായ ഫേലുകളെ വേറെയും മുദാരിയായ ഫേലുകളെ വേറെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചെറിയ സംഭാഷണം നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് അർത്ഥങ്ങൾ എഴുതാൻ എന്തിനെങ്കിലും അർത്ഥങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഗ്രൂപ്പിൽ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ ആ ഒരു അർത്ഥം എഴുതിയിട്ടില്ലല്ലോ. ക്ലാസ് റെക്കോർഡ് ചെയ്തതുണ്ട്. ഞാൻ നേരിട്ട് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ വോയിസ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വിടാറുണ്ട്. ഈ പാഠത്തിന്റെ ഇത് ഉണ്ടാവില്ല. ഇതിന്റെ സൂം ക്ലാസ്സിന്റെ ലിങ്ക് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. ഓക്കെ. അല്ലെങ്കിൽ ഇനി ടെക്സ്റ്റ് ആയിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കണം. അപ്പൊ ഞാനത് അയച്ചു തരും. നഖ്റഉ വ നഫ്ഹമു. ഇവിടെ മുഹാവറ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹിവാർ എന്നതിന് പറയുന്ന മറ്റൊരു വാക്കാണ് മുഹാവറ. മുഹാവറ എന്ന് പറഞ്ഞാലും എന്താണ്? സംഭാഷണം തന്നെയാണ്. ഹിവാർ എന്ന് പറഞ്ഞാലും മുഹാവറ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്, സംഭാഷണം. അനസ് ചോദിക്കുന്നു, മിൻ ഐന തജിഉ, നീ എവിടെ നിന്ന് വരുന്നു? മിൻ ഐന, എവിടെ നിന്ന്? ഇല ഐന, എങ്ങോട്ട്? അല്ലേ? അങ്ങനെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ താഴെ പറയുന്നത് നഖ്റഉ വ നഫ്ഹമുൽ ഫർഖ, വായിച്ച് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാം. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിഅല് മാദി ആണെങ്കിലും മുദാരി ആണെങ്കിലും അതിന് 14 പദങ്ങൾ ഉണ്ടായിരിക്കും. ഏതൊരു ഫിഅലും മാദി ആണെങ്കിലും മുദാരി ആണെങ്കിലും 14 പദങ്ങൾ ഉണ്ടാകും. 6 6 2 ഇങ്ങനെയാണ് അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ആ 14 പദങ്ങളിൽ ആദ്യത്തെ 6 പദങ്ങൾ ഗായിബ്, പിന്നീടുള്ള 6 പദങ്ങൾ മുഖാത്തബ്, പിന്നീടുള്ള 2 പദങ്ങൾ മുതകല്ലിം. ഈ ഗായിബാകുന്ന 6 പദങ്ങളെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 മുദക്കറും രണ്ടാമത്തെ 3 മുഅന്നസും. മുഖാത്തബിന്റെ 6 പദങ്ങളിൽ ആദ്യത്തെ 3 മുദക്കറും പിന്നീടുള്ള 3 മുഅന്നസും. അല്ലേ?
മുത്തക്കല്ലിം ആകുമ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്യാനില്ല. മുത്തക്കല്ലിം ആകുമ്പോൾ ആകെ 2 പദങ്ങളേ ഉള്ളൂ. അതിനെ പിന്നെ ഡിവൈഡ് ചെയ്യുന്നില്ല. എങ്ങനെ മുദക്കർ മുഅന്നസ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? മുത്തക്കല്ലിമിന്റെ പദമാണെങ്കിൽ അതിനെക്കുറിച്ച് മുദക്കർ എന്നോ മുഅന്നസ് എന്നോ നമ്മൾ വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ സ്വന്തത്തെ കുറിച്ച് പറയുന്ന പദമാണ് മുത്തക്കല്ലിമിന്റെ വാക്ക്. അല്ലേ? ഞാൻ നിങ്ങളോട് പറയുന്നു അഖൂലു. അഖൂലു എന്നത് മുളാരിആയ ഫിഅലിലെ മുത്തക്കല്ലിമിന്റെ പദമാണ്, മുഫ്രദ് മുത്തക്കല്ലിമ. അഖൂലു, ഞാൻ പറയുന്നു. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ വാക്കാണത് അഖൂലു. ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞതാ അഖൂലു, ഞാൻ പറയുന്നു. മുളാരിഇലെ മുത്തക്കല്ലിമിന്റെ വാക്കാണ് അഖൂലു. ഈ അഖൂലു എന്ന പദം തന്നെ മറ്റൊരു സ്ത്രീക്ക് ആ സ്ത്രീയെ കുറിച്ച് പറയണമെങ്കിലും അവൾക്ക് അത് തന്നെ ഉപയോഗിക്കാം, അഖൂലു. അപ്പോ സ്വന്തത്തെ കുറിച്ച് പറയുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ പദം തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ മുതകല്ലിമിന്റെ പദത്തിൽ നമ്മൾ മുദക്കർ മുഅന്നസ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതില്ല. മാളിയാണെങ്കിലും മുദാരിയാണെങ്കിലും വേർതിരിവ് കാണേണ്ടതില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നഖ്റഉ വനഫ്ഹമുൽ ഫർഖ. ഖാല ഖാലിദുൻ, ഖാലിദ് പറഞ്ഞു. നിങ്ങളെ ഒന്ന് പാഠം കാണിച്ചിതാ, കിതാബ് ഒന്ന് കാണിച്ചു തന്നെ ക്യാമറയിൽ. ഹാദി തുറന്ന പാഠം അതല്ല, അതാണോ? ആ യെസ് യെസ് യെസ്, അത് തന്നെ. യെസ് യെസ്, വെരി ഗുഡ്. ഓക്കെ. ഖാല ഖാലിദുൻ, ഖാലിദ് പറഞ്ഞു. ഇത് ഈ പദം തന്നെ ശ്രദ്ധിക്കാം. ഖാല ഖാലിദുൻ, ഇവിടെ പറഞ്ഞയാള് ഖാലിദ് എന്ന്, ഖാലിദ് ആയതുകൊണ്ട്, ഖാലിദ് എന്ന മുദക്കറാണല്ലോ, അതുകൊണ്ട് ഖാല എന്ന് പറഞ്ഞു നിർത്തി. ഖാല എന്ന മാദിയില് മുദക്കർ ഗായിബിന്റെ പദമാക്കി വെച്ചു. ഖാല ഖാലിദുൻ എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ഖാലിദ് എന്ന മുദക്കർ ആയതുകൊണ്ട്. താഴെ നോക്കൂ. ഖാലത്ത് ജുമാനത്തു, ജുമാന പറഞ്ഞു. ആണ്ടാ, ജുമാന സ്ത്രീ ആയതുകൊണ്ട്, മുഅന്നസ് ആയതുകൊണ്ട് ഖാല എന്ന മാദിയെ മുഅന്നസ് ആക്കി ഉപയോഗിച്ചിട്ടുണ്ട്. ഖാലത്ത് ജുമാനത്തു. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫായില് മുദക്കർ ആണെങ്കിൽ ഫിഅലിനെ മുദക്കർ ആക്കണം. ഫായില് മുഅന്നസ് ആണെങ്കിൽ ഫിഅലിനെ മുഅന്നസ് ആക്കണം. ഫായിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുന്ന ആൾ, ഒരു ഫിഅല് ചെയ്യുന്ന ആൾ. ഇപ്പൊ നമ്മൾ പറയുന്നു കതബ എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി, എഴുതുക എന്ന പ്രവർത്തനം ചെയ്തു എന്നാണ്, അല്ലെ? അപ്പോ മുഹമ്മദ് എഴുതി എന്ന് പറയുമ്പോൾ കതബ മുഹമ്മദുൻ എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം കതബ എന്ന ഫിഅലിന്റെ ഫായില് മുഹമ്മദ് ആണ്. മുഹമ്മദ് എന്നത് ആണാണ്, മുദക്കറാണ്. അതുകൊണ്ട് കതബ എന്ന മുദക്കറായ വാക്കായിട്ട് ഉപയോഗിക്കണം. എന്നാൽ ഫാത്തിമയാണ് എഴുതി എന്ന് ഫാത്തിമ എഴുതി എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം? കതബ ഫാത്തിമത്തു എന്ന് പറഞ്ഞാൽ പോരാ. കാരണം ഇവിടെയുള്ള ഫായില്, ഫിഅലിന്റെ ഫായില് ഫാത്തിമ എന്ന മുഅന്നസ, സ്ത്രീയാണ്. അപ്പോ എന്ത് പറയണം നമ്മൾ? കതബ ഫാത്തിമത്തു എന്ന് പറഞ്ഞാൽ മതിയോ? കതബത് ഫാത്തിമത്ത്, ഫാത്തിമ. ആ, കതബത് ഫാത്തിമത്തു എന്ന് പറയണം. അതാരാണ് ഉത്തരം പറഞ്ഞത്? പേര് പറയാം. നശ്വ. വെരി ഗുഡ്. കതബത് ഫാത്തിമത്തു, ഫാത്തിമ പറഞ്ഞു. അങ്ങനെ ഫായില് മുഅന്നസ് ആണെങ്കിൽ ഫിഅലിനെ മുഅന്നസ് ആക്കണം. ഫായില് മുദക്കർ ആണെങ്കിൽ ഫിഅലിനെ മുദക്കർ ആക്കണം. ഇതിനാണ് നമ്മൾ മാദിയാണെങ്കിലും മുദാരി ആണെങ്കിലും ഗായിബിലുള്ള പദങ്ങളും മുദക്കർ വേറെയാണ്, മുഅന്നസ് വേറെയാണ് എന്ന് പഠിച്ചത്. മുഖാത്തബിന്റെ പദങ്ങളാണെങ്കിൽ നീ, നിങ്ങൾ എന്ന അർത്ഥത്തിൽ വരുന്ന മുഖാത്തബിന്റെ പദങ്ങളാണെങ്കിലും അതിൽ മുദക്കർ വേറെയാണ്, മുഅന്നസ് വേറെയാണ്. അങ്ങനെ വേർതിരിച്ച് പഠിച്ചത് നമ്മൾ അതിനാണ്. കാരണം അവിടെയൊക്കെ ഫായില് മുദക്കർ ആണെങ്കിൽ ഫിഅലിനെ മുദക്കറാക്കി ഉപയോഗിക്കണം. ഫായില് മുഅന്നസ് ആണെങ്കിൽ ഫിഅലിനെ മുഅന്നസ് ആക്കി ഉപയോഗിക്കണം. ആ വേർതിരിവ് അവിടെ കാണിക്കണം. അത് നിർബന്ധം, ഇല്ലെങ്കിൽ തെറ്റാണ്. അതിനാണ് നമ്മൾ അങ്ങനെ 12 രൂപത്തിലാക്കി ഡിവൈഡ് ചെയ്ത് പഠിച്ചത്. പക്ഷെ ആ വേർതിരിവ് വരാതിരിക്കുന്നത് എവിടെയാണ്? മുത്തക്കല്ലിമിന്റെ വാക്കുകളില്ല. മുത്തക്കല്ലിമിന്റെ വാക്ക് ആകെ 2 ഉള്ളൂ. അവിടെ മുദക്കറോ മുഅന്നസോ വേർതിരിക്കുന്നില്ല. ഓക്കെ. മുത്തക്കല്ലിമിന്റെ പദമാണെങ്കിൽ അവിടെ മുദക്കറാണെന്നോ മുഅന്നസ് ആണെന്നോ വേർതിരിക്കേണ്ട ആവശ്യമില്ല. രണ്ടും ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ആ വിഷയം കഴിഞ്ഞു കേട്ടോ. ഖാല ഖാലിദുൻ, ഖാലിദ് പറഞ്ഞു. ഖറഅത്തുൽ യൗമ, ഖാലിദ് എന്താണ് പറഞ്ഞത്? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് അതിന് പറയും ഇംഗ്ലീഷില്.
നിങ്ങൾ ആ ഭാഗം പഠിക്കുന്നുണ്ടോ അറിയില്ല. മറ്റൊരാൾ പറഞ്ഞതായിട്ട് ഇവിടെ ഉദ്ധരിക്കുകയാണ്. അറിയാം, ഖാലിദ് പറഞ്ഞ സെന്റൻസ് എന്താണ്, ആ സെന്റൻസ് ആണ് ഇവിടെ എഴുതി കൊടുക്കുന്നത് അറബിയിൽ. ഖാലിദ് പറഞ്ഞ വാക്ക്, അല്ലാതെ ഖാലിദ് പറഞ്ഞതിന്റെ ആശയം ഇവിടെ കൊടുക്കുകയല്ല. ഖാലിദ് പറഞ്ഞ അതേ വാക്ക് ഇവിടെ എടുത്ത് കൊടുത്തതാ. അതാണ് ഖറഅത്തുൽ യൗമ മിനൽ ഖുർആൻ, ഇന്ന് ഞാൻ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തിട്ടുണ്ട്, ഓതിയിട്ടുണ്ട്. ജുസ്അൻ, ഒരു ജുസ് ഓതിയിട്ടുണ്ട്. വഅഖ്തിമു കുല്ല ശഹരിൻ മറത്തൻ, എല്ലാ മാസവും ഞാൻ ഒരു തവണ ഖത്മ് പൂർത്തിയാക്കാറുണ്ട്, ഖത്മ് പൂർത്തിയാക്കും എന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് മുത്തക്കല്ലിമിന്റെ പദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാൻ പറ്റുമോ? മാളിയായ ഒരു മുത്തക്കല്ലിമിന്റെ പദമുണ്ട്, മുദാരിയായ മുത്തക്കല്ലിമിന്റെ പദവുമുണ്ട്. ഫിദാന് പറഞ്ഞേ, ഫിദാന് പറയാൻ ആഗ്രഹമുണ്ട്. മുത്തക്കല്ലിമിന്റെ പദങ്ങൾ ഓരോന്ന് പറഞ്ഞേ. മൈക്ക് ഓൺ ആക്കണം. ഞാൻ പേര് വിളിച്ചാൽ മൈൻഡ് ചെയ്യാതിരിക്കരുത്, സമയം പോവാണ് അറിയൂല. ഏട്ടാ. ഒന്ന് ട്രൈ ചെയ്യേ. മുത്തക്കല്ലിമിന്റെ പദം എത്ര തവണ ഞാൻ പറഞ്ഞു? ഇവിടെ നോക്കൂ. ഖറഅത്തു, ഖറഅത്തുൽ യൗമ മിനൽ ഖുർആൻ, ഇതിൽ മുത്തക്കല്ലിമിന്റെ പദം ഇല്ലേ? ആ ആ, ഇതാ നീ അറിയില്ല എന്നെങ്ങനെ പറയാ? പിന്നെ ഖറഅത്തുൽ യൗമ എന്നതിൽ ഉള്ള മുത്തക്കല്ലിമിന്റെ പദം ഏതാ? വേഗം പറഞ്ഞോ. ഖറഅത്തുൽ യൗമ, ഇന്നു ഞാൻ ഓതി. ഖറഅത്തു, ഞാൻ ഓതി. അൽ യൗമ, ഇന്ന്. ഇതിലെ മുത്തക്കല്ലിമിന്റെ പദം ഏതാണ്? വേഗം പറ. കറാത്തു. ഖറഅത്തു അല്ലേ? മുത്തക്കല്ലിം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? പറയാൻ അറിയില്ല അല്ലെ? എന്നാൽ ചോദിക്കണ്ടേ? എത്ര തവണ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ മുത്തക്കല്ലിം എന്താണെന്നുള്ളത്. ഇന്നും പറഞ്ഞു. ഒരാൾ സ്വന്തത്തെ കുറിച്ച് പറയുന്ന വാക്കാണ് മുത്തക്കല്ലിമിന്റെ വാക്ക്. ഫിദാന്, ലുക്ക് ലുക്ക് അറ്റ് മീ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. മലയാളത്തിൽ നമ്മൾ അറബി ഇംഗ്ലീഷ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. മലയാളം പറയാം. ഞാൻ ചെയ്ത എന്തെങ്കിലും പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണെങ്കിൽ മലയാളത്തിൽ എങ്ങനെ പറയും? ഇപ്പോ ഫിദാന് ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചു എന്ന വിവരം ഒന്ന് ഈ കുട്ടികളോടൊന്ന് മലയാളത്തിൽ പറഞ്ഞേ. എന്താണ് പറയേണ്ടത്? പൂർണ്ണമായ മലയാളത്തിലെ സെന്റൻസ് ആവണം. ഇന്ന് വൈകുന്നേരം ചായ കുടിച്ചു എന്ന വിവരം ഒന്ന് ഈ എല്ലാ കുട്ടികളെയും ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ. ഞാൻ ഇന്ന് ചായ കുടിച്ചു. ഞാൻ ഇന്ന് ചായ കുടിച്ചു അല്ലേ? നീ പറഞ്ഞ മലയാള സെന്റൻസിലുള്ള പദങ്ങൾ, മലയാളത്തിലുള്ള പദങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. ഒന്ന് ഞാൻ, മറ്റൊന്ന് ഇതിലുള്ള ക്രിയകൾ, മലയാളത്തിലുള്ള ക്രിയകൾ, അതായത് പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. ഒന്ന് ചായ കുടിച്ചു, ചായ കുടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം അല്ലെ? ക്രിയ. അതിന്റെ കർത്താവ് ആരാണ്? ഭർത്താവ് അല്ല, കർത്താവ്. ഈ ക്രിയയുടെ കർത്താവ്, ഈ ക്രിയ ചെയ്യുന്നയാൾ ആരാ? ഫിദാൻ, ആരാണ് ഈ സെന്റൻസിലുള്ള ഞാന് കർത്താവ്? ഞാന് ഞാൻ. ഞാൻ എന്ന വാക്കാണ് ഇതിലുള്ള കർത്താവ് അല്ലേ? ആ, അപ്പോ ആ ഞാൻ ചായ കുടിച്ചു എന്ന വാക്ക് ഈ മലയാള സെന്റൻസിലെ മുത്തക്കല്ലിമിന്റെ പദമാണ്. ഓക്കെ. ആ അതാണ് നമ്മൾ അറബി പറയുന്നത്. അറബിയിൽ പറയുമ്പോൾ ഷെരിബ്തു, ഞാൻ കുടിച്ചു. അൽ യൗമ, ഇന്ന്. ഷെരിബ്തുൽ യൗമ, ഇന്ന് ഞാൻ ചായ കുടിച്ചു. ഇനി ഫിദാന് മുത്തക്കല്ലിമിന്റെ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവാതിരിക്കരുത്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഞാൻ ചെയ്തു, ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും, ഞാൻ രാത്രി ഭക്ഷണം കഴിക്കും എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? അതും മുത്തക്കല്ലിമിന്റെ വാക്കാണ്. ഒരാൾ സ്വന്തത്തെ കുറിച്ച് പറയുന്നതാണ്. ഞാൻ ചെയ്തു, ഞാൻ ചെയ്യും. അപ്പൊ ചെയ്യും എന്നതാണെങ്കിൽ അത് മുദാരി ആകും. ഞാൻ ചായ കുടിച്ചു എന്ന് ചെയ്ത് കഴിഞ്ഞത് പറയുമ്പോൾ അത് മാളി ആയിരിക്കും. ഇതാണ് വ്യത്യാസമുള്ളൂ. അപ്പോ മുത്തക്കല്ലിമിന്റെ പദത്തിന്റെ അർത്ഥം വരുമ്പോൾ ഞാൻ എന്നായിരിക്കും ഉണ്ടാവുക.
മുഖാത്തബിന്റെ പദങ്ങളുടെ അർത്ഥം വരുമ്പോൾ നീ, നിങ്ങൾ, നീ ഒരു സ്ത്രീ, നീ ഒരു പുരുഷൻ എന്ന രൂപത്തിലാണ് അർത്ഥം വരിക മുഖാത്തബിൻ്റെത്. ഗായിബിന്റെ അർത്ഥങ്ങൾ വരുമ്പോൾ അവൻ, അവൾ, അവർ രണ്ടു പേർ, അവരെല്ലാവരും, അങ്ങനെയുള്ള അർത്ഥങ്ങളാണ് വരിക. മനസ്സിലായോ? ഏറ്റവും ഈസിയായ വഴി ഇതാണ്. അർത്ഥം വരുമ്പോൾ ഗായിബായ ഫീലിന്റെ അർത്ഥം വരുമ്പോൾ അവൻ, അവൾ, അവർ രണ്ടു പേർ, അവരെല്ലാവരും, ഇങ്ങനെയുള്ള അർത്ഥങ്ങളായിരിക്കും ഉണ്ടാവുക. മുഖാത്തബാണെങ്കിൽ നീ, നീ, നിങ്ങൾ രണ്ടു പേർ, നിങ്ങളെല്ലാവരും എന്ന രൂപത്തിലുള്ള അർത്ഥമാണ് ഉണ്ടാവുക. മുതകല്ലിമാണെങ്കിൽ ഞാൻ, ഞങ്ങൾ എന്ന രൂപത്തിലുള്ള അർത്ഥമാണ് ഉണ്ടാവുക. അങ്ങനെയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ കുറച്ച് ഒന്ന് എളുപ്പമായിരിക്കും. പിതാൻ അത് മുതകല്ലിമ മനസ്സിലായില്ലേ? ഓ ഓക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇപ്പൊ ഫിദാന് മനസ്സിലാവാൻ കാരണം എന്താണെന്ന് അറിയോ? ഞാൻ ചോദിച്ചതിന് മനസ്സിലായിട്ടില്ല, മനസ്സിലാവാത്ത വിഷയം എന്താണെന്നുള്ളത് വ്യക്തമാക്കി എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനത് വിശദീകരിച്ചപ്പോ മനസ്സിലായി. പറയുമ്പോ മനസ്സിലാവാത്ത വിഷയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എളുപ്പമാക്കി പറയാം. ഇതൊക്കെ ഞാൻ മുന്നേ ക്ലാസ്സിലൊക്കെ നേരിട്ട് പറഞ്ഞു തന്നതാ, പല തവണ പറഞ്ഞതാ. ഓക്കെ. അപ്പോ ഖറഅത്തുൽ യൗമ മിനൽ ഖുർആനി എന്ന സെന്റൻസിനകത്തുള്ള മുതകല്ലിമിന്റെ വാക്കാണ് ഖറഅത്തു, ഞാൻ ഓതിയിട്ടുണ്ട്, ഞാൻ ഓതി എന്ന വാക്ക്. അടുത്ത സെന്റൻസ് വഅഖ്തിമു കുല്ല ശഹരിൻ മറത്തൻ എന്ന സെന്റൻസിനകത്ത് ഒരു മുതകല്ലിമിന്റെ പദം ഉണ്ട്. അത് റന പറഞ്ഞോ? റന, അതിലേതാ മുതകല്ലിമിന്റെ വാക്ക്? വഅഖ്തിമു കുല്ല ശഹരിൻ മറത്തൻ എന്നതിൽ. ഞാനൊരു വിഷയം പറഞ്ഞു വരുമ്പോ ഉസ്താദ് ഇതിനെക്കുറിച്ച് ഉസ്താദ് എന്നോട് തന്നെ ആയിരിക്കും ചോദിക്കുക എന്ന് നിങ്ങളിൽ ഓരോരുത്തരും കരുതണം. അല്ലാതെ ഞാൻ നിങ്ങളെ പേരെടുത്ത് ചോദിച്ച ശേഷം നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയാൽ പോരാ. ഒരു വിഷയം ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ കരുതണം എന്ത്? ഉസ്താദ് ഇതിനെക്കുറിച്ച് എന്നോട് തന്നെ ആയിരിക്കും ചോദിക്കുക എന്ന് കരുതി നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ നിങ്ങൾ തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തണം. പേരെടുത്ത് ചോദിച്ചതിന് ശേഷം പറഞ്ഞോ. വാ, വഅഖ്തിമു എന്താണ്? വഅഖ്തിമു വഅഖ്തിമു, അത് മുതകല്ലിമിന്റെ വാക്കാ? ഇത് ഏതാണ്? മാദിയോ മുളാരിയോ? മുളാരി അതെന്താ? മുളാരിയിലെ തുടക്കത്തിൽ വാവ എങ്ങനെ വരിക? മാലി അതാ ഞാൻ ചോദിച്ചതുകൊണ്ട് അതിന് ഒഴിഞ്ഞു മാറില്ല. മാലിയാണെങ്കിൽ അവസാനത്തിൽ എന്താ താ വരാത്തത്? മാലിക്ക് അവസാനത്തിൽ തു എന്നുള്ള അക്ഷരം വേണം. താ നേരത്തെ കണ്ടില്ലേ? ഖറഅത്തു, ഒരു തു കണ്ടില്ലേ? മുളാരി ആണെങ്കിൽ തുടക്കത്തിൽ ഹംസ വേണം. മുതകല്ലിം ആണെങ്കിൽ മാദിയിലെ മുതകല്ലിമിൽ അവസാനത്തിൽ തു വേണം. മുളാരിയിലെ മുതകല്ലിമിൽ ആദ്യത്തിൽ ഹംസ വേണം. നീ പറഞ്ഞതിൽ തന്നെ ഉത്തരമുണ്ട്, പക്ഷെ അല്ലെ ഏതോ ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഉത്തരം റെഡിയാണ്. റന, അഖ്തിമു യെസ്. മുത്തകല്ലിമിന്റെ പദം ഏതെന്ന് ചോദിച്ചാൽ വാവ് വേണ്ട, വാവ് അടന്നോട്ടെ. അഖ്തിമു എന്ന് പറഞ്ഞാൽ മതി. അഖ്തിമു, ഞാൻ ഖത്മ് ചെയ്യും, ഖത്മ് പൂർത്തീകരിക്കും എന്നാണ് കേട്ടോ. വെരി ഗുഡ്. കുല്ല ഷഹരിൻ, എല്ലാ മാസവും ഞാൻ ഖത്മ് ചെയ്യും. മറത്തൻ, ഒരു തവണ. എല്ലാ മാസവും ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കുന്നു. 30 ജുസും. ആർക്കെങ്കിലും കഴിയോ? കഴിയും. റമദാനിലൊക്കെ 4ഉം 5ഉം ഖത്മ് ചെയ്യാറുണ്ട് ഞാൻ. റമദാൻ മാസമാകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പൊ നമ്മളൊക്കെ ശ്രമിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കഴിയും. എന്താണ്? റമദാനിൽ ഒരു ഖത്മെങ്കിലും പൂർത്തീകരിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഓതാനുണ്ടാവും. ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖുർആൻ എടുത്ത് ഓതി നോക്കണം. അപ്പോഴാണ് ഖത്മ് ചെയ്യാൻ കഴിയുള്ളൂ. ഇത് ഒരു കൊല്ലം കൊണ്ട് തന്നെ ഖത്മ് ആവാത്ത, ഒരു കൊല്ലല്ല 2-3 കൊല്ലമായാലും ഖത്മ് പൂർത്തിയാവാത്ത ആളുകളും ഉണ്ട് കേട്ടോ. കാരണം ഖുർആനൊക്കെ ആദരിച്ച് വീടിന്റെ ഏറ്റവും മുകളിലെ ഷെൽഫിൽ പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടാവും. ആദരിച്ച് മേലെ കയറ്റി വെച്ചതാ, പിന്നെ എടുത്ത് നോക്കൂല. ഒരുപാട് ആദരവാണ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. ബഹുമാനം കൊടുത്ത് കൊടുത്ത് പേടി കൂടിയിട്ട് തൊട്ടു നോക്കൂല.
അങ്ങനെ ആദരവുണ്ട്. അങ്ങനെ ആദരിക്കരുത്. പേടിച്ച് ആദരവ് കൊണ്ട് പേടിച്ച് തൊട്ട് നോക്കാത്ത രൂപത്തിലുള്ള ആദരവ്, അത് അനാദരവാണ്. മൈൻഡ് ചെയ്യാതിരിക്കുക ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ഖുർആൻ ആളുകൾ ഓതി നോക്കാത്ത കാലം വരും. അപ്പോഴാണ് ഖിയാമത്ത് നാൾ വരിക. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങാം. ഇങ്ങോട്ട് നോക്കി. അപ്പോ ഇവിടെ ഖാലിദ് പറഞ്ഞ സെന്റൻസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്, അല്ലേ? ഖാലിദ് എന്ന ഒരു പുരുഷൻ പറയുമ്പോൾ മാദിയിൽ ഖറഅത്തു എന്നതാണ്. സ്ത്രീ അല്ല, മുദാരിയിൽ അഖ്തിമു എന്ന് തന്നെയാണ്. താഴെ പറയുന്നത് ഖാലത്ത് ജുമാനത്തു, ജുമാന പറഞ്ഞു. എന്താണ്? ഖറഅത്തുൽ യൗമ മിനൽ ഖുർആനി ജുസ്അൻ വ അഖ്തിമു കുല്ല ശഹ്റിൻ മറത്തൻ. അപ്പൊ ജുമാന എന്ന സ്ത്രീ സ്വന്തത്തെ കുറിച്ച് പറയുമ്പോൾ മുത്തക്കല്ലിമിന്റെ പദമായി ഉപയോഗിക്കുമ്പോൾ അതിൽ മാദിയിൽ ഖറഅത്തു എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പം ഇതിലൂടെ പഠിക്കുന്നത് മുളാരിഇൽ അഖ്തിമു എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്. ഇതിലൂടെ പഠിക്കുന്നത് എന്താണ്? മുത്തക്കല്ലിമിന്റെ പദത്തിൽ മുദക്കർ ആണെങ്കിലും മുഅന്നസ് ആണെങ്കിലും ഒരുപോലെ തന്നെയാണ് ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ഇതിലൂടെ പഠിച്ചത്. കഴിഞ്ഞു. നിങ്ങൾ ഇനി ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കുന്ന സമയത്ത് വീണ്ടും ജോയിൻ ചെയ്യട്ടോ. ശരി, ഷോർട്ട് ബ്രേക്ക്.